ഇതാ ഇപ്പൊ നോക്കൂ, ഐശ്വര്യമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികളും മെത്രാച്ചന്മാരും അതുപോലെ മറ്റു പ്രതിനിധികളും എല്ലാം ലെബനോനിൽ ചെന്ന് അവിടെ കാതോലിക്കായി വാഴിക്കുക. എത്ര സുതാര്യമായിട്ടാണ്. ഗസറ്റിൽ പോലും വിജ്ഞാപനം പുറപ്പെടുവിച്ച് വളരെ പകൽ വെളിച്ചത്തിൽ എല്ലാവരെയും അറിയിച്ച്, ഇതാ നോക്കൂ, അവർ കൊണ്ട് ഹൈക്കോടതി കൊടുത്ത ഇൻഡാസ് പോലും ഹൈക്കോടതി പുറംകാരന് തട്ടിക്കളഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിധത്തിൽ, ഏറ്റവും ആധികാരികമായ വിധത്തിൽ, സർവ്വ അംഗീകാരത്തോടുകൂടെയും ഒരു കാതോലിക്ക വാഴിക്കപ്പെടുന്നു. ആ കാതോലിക്കയാണ് മലങ്കരയിലെ യഥാർത്ഥത്തിലുള്ള മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളുടെ അധ്യക്ഷൻ. മറ്റതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കാരണം ആ ഇടയനെതിരെ വരുന്ന ആട്ടിൻതൊഴുത്തിൻ വാതിലിലൂടെ വരുന്നവൻ, ആട്ടിൻതൊഴുത്തിൻ വാതിലിലൂടെ അല്ലാതെ കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. കാതോലിക്കയാകാൻ വേണ്ടി സേവേറിയോസ് മെത്രാച്ചൻ നടത്തിയ കുൽസിത പ്രവർത്തനങ്ങളെ പറ്റി ഇന്ത്യൻ ഓർത്തഡോക്സുകാരോട് ചോദിച്ചാൽ മതി. കാതോലിക്കയാകുമെന്ന് പൊതുവെ വ്യാപകമായി കരുതപ്പെട്ടിരുന്ന അത്താനാസിയോസ് മെത്രാച്ചനെ അവസാന നിമിഷം എങ്ങനെയാണ് വെട്ടിമറിച്ചതെന്നും അതിനുവേണ്ടി പ്രയോഗിച്ച ചതിപ്രയോഗങ്ങളും പൂഴിക്കടകനും ഒക്കെ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ അരമന രഹസ്യം മാത്രമല്ല, അത് അങ്ങാടിപ്പാട്ടും കൂടി ആയി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്രമാത്രം അങ്ങാടിപ്പാട്ടായ ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്തൊരു കുൽസിത പ്രവർത്തനങ്ങളാണ് നടന്നെന്ന് ഓർക്കും. ഇന്നും നോക്ക്, ഇന്ന് അതിനകത്തുള്ള ഓരോ വ്യക്തികളും ആ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട്. അപ്പം അതൊരു അയോഗ്യമായ നടപടിയായിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്.